കല്യാണത്തിൻ്റെ മുന്നേയും കല്യാണം കഴിഞ്ഞ ശേഷവും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് കോഴിക്കോട് ബീച്ചിലാണേ. എന്താണെന്നറിയില്ല, എവിടേക്ക് പോകാൻ ഇറങ്ങി പ്ലാൻ ചെയ്തിറങ്ങിയാലും അവസാനം അത് ചെന്ന് നിൽക്കുക കോഴിക്കോട് ബീച്ചിലാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിനോട് എന്തായാലും എന്തോ ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അങ്ങനെ ഇന്നും ഞങ്ങൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ റോട്ടിൽ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തെത്തി. അധികം തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നുമല്ല ഞങ്ങൾ ഇരിക്കാറ്. ഞങ്ങൾ കുറേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് വലിയ തിരക്കില്ലാത്ത എവിടെയെങ്കിലും കുറേ നേരം കാറ്റും കൊണ്ടിരിക്കുക. അങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് ഇവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ പോയിരുന്നു. കുറേ നേരം കടലൊക്കെ നോക്കി കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. അവിടെ നല്ല വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്യൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു തണുപ്പൊക്കെ ആയിരുന്നു, ചെറിയ കാറ്റും ഒക്കെ ആയിട്ട്. സാധാരണ ഉണ്ടാവുന്ന അത്ര ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലതായിരുന്നു. ബീച്ചിലെത്തിയാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണല്ലോ പോവുക. ബീച്ചിൽ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് ഈറ്റിയ. അവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല വെർത്താണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒന്ന് വാങ്ങിയാൽ തന്നെ 2 പേർക്ക് കഴിക്കാനുണ്ടാവും. അവിടുന്ന് ഞങ്ങളൊരു ചായയും പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇതാണ് അവിടുത്തെ ലോഡഡ് ഫ്രൈസ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒന്ന് വാങ്ങിയാൽ തന്നെ ശരിക്കും 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. ചിക്കനും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ടേസ്റ്റാണ്. ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് പക്ഷേ ഞങ്ങൾക്ക് അധികം തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാവശ്യമില്ലാതെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വാങ്ങിയതൊന്നും കളയാതെ ഫുൾ അവിടെ ഇരുന്ന് കഴിച്ച് തീർത്തേ ഞങ്ങൾ.